ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സേ എക്സാം പ്രിപ്പറേഷൻ നടക്കുകയാണ്. തേർഡ് ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ തുടരുകയാണ്. ഇന്നത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡിഫൈൻ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, എഴുതാം. ദി റെസിസ്റ്റൻസ് ഓഫേർഡ് by the electrolytes and electrodes of a cell is called internal resistance. സ്മോൾ ലെറ്റർ R ആണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. ഇതാണ് ഡെഫിനിഷൻ. ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദി ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് ഇലക്ട്രോഡ്സ് ഓഫ് എ സെൽ ഈസ് കോൾഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അതായത് ഒരു സെല്ലിൻ്റെ, കെമിക്കൽ സെല്ലിൻ്റെ അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലേക്ക് വരണം കേട്ടോ. ഒരു കെമിക്കൽ സെല്ലെന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലേക്ക് വരണം. ഇതിനുള്ളിൽ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, 2 ഇലക്ട്രോഡ് ഉണ്ട്. ഒന്ന് പോസിറ്റീവായിരിക്കും, മറ്റൊന്ന് നെഗറ്റീവായിരിക്കും. ഇങ്ങനെയൊരു ചിത്രം മനസ്സിലുണ്ടായിരിക്കണം. ഈ സെല്ലിൻ്റെ ഇലക്ട്രോലൈറ്റും ഇലക്ട്രോഡുകളും ചേർന്ന് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് വളരെ സിമ്പിളാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിനോട് ചേർന്നുള്ളതാണ്: വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ? നമ്മുടെ ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് അക്കമിട്ട് എഴുതാം. ഒന്ന്, നേച്ചർ ഓഫ് നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് ഏത് തരത്തിലുള്ളൊരു കെമിക്കലാണ് എന്നത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെ ആശ്രയിക്കും. 2, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡുകൾ തമ്മിലുള്ള അകലം. ഓക്കെ. 3, കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. നമ്മുടെ സെല്ലിനുള്ളിലെ ഇലക്ട്രോലൈറ്റ്സിൻ്റെ കെമിക്കൽ കോൺസെൻട്രേഷൻ. 4, ഏരിയ ഓഫ് ഇലക്ട്രോഡ്സ്. അവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോലൈറ്റിനുള്ളിൽ ഇലക്ട്രോഡുകൾ എത്രത്തോളം ഏരിയ മുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. 5-ാമത്തെ പോയിൻ്റ്, ടെമ്പറേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ടെമ്പറേച്ചർ. ഏത് താപനിലയിലാണ് ഇലക്ട്രോലൈറ്റ് ഉള്ളതെന്ന്. അതിന് 2 ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ തണുപ്പുള്ള സമയങ്ങളിൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടാണെന്ന് നമ്മൾക്കറിയാം അല്ലേ. അത് ചൂട് ആകാത്തതുകൊണ്ടാണ് സ്റ്റാർട്ടാകാത്തതെന്നൊക്കെയാണ് നമ്മൾ കാരണം പറയുന്നത്. അതിൻ്റെ റീസൺ ഇതാണ്: വണ്ടി സെൽഫ് എടുക്കുന്നില്ല. കാരണം വണ്ടിക്കുള്ളിലെ ബാറ്ററിയുടെ താപനില വളരെ കുറവാണ്. ഏറ്റവും കുറഞ്ഞ താപനിലയിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഭയങ്കരമായിരിക്കും. നമ്മുടെ ആൻസർ നോക്കൂ, ടെമ്പറേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റിന് ടെമ്പറേച്ചർ താഴ്ന്നു പോയാൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടും. അതുകൊണ്ട് കറണ്ട് പുറത്തേക്ക് വരില്ല. അതുകൊണ്ടാണ് വണ്ടി സെൽഫ് എടുക്കാത്തത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഈ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ പോയിന്റുകൾ ഓർത്തിരിക്കാം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ പോസ്റ്റ് ചെയ്ത് നോട്ട്സ് എഴുതിയെടുത്തോളുക. ഓക്കെ, നമ്മളടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ EMF ആൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഒരു സെല്ലിൻ്റെ EMFും ഇൻറ്റേർണൽ റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെറിവേഷനാണ്. അത് ആദ്യം നമുക്കൊരു സർക്യൂട്ടാണ് വേണ്ടത്. സർക്യൂട്ട് വരയ്ക്കുകയാണ്. ഇതൊരു ലോഡ് റെസിസ്റ്റൻസ്, ഇവിടെ സെല്ലുണ്ട്, അതിനോട് ചേർന്ന് സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് സെല്ലാണ്. ഇത് സെല്ലാണ്. ഇത് പുറത്തുള്ള ലോഡ് റെസിസ്റ്റൻസ് R ആണ്. ഓക്കെ, കഴിഞ്ഞില്ല. ഇത് E എന്ന് വേണ്ട. ഓക്കെ, ചൂസ് എപ്സിലോൺ. എപ്സിലോൺ എന്ന് പറയുന്നത് സെല്ലിൻ്റെ EMF ആണ്. സ്മോൾ r എന്ന് പറയുന്നത് സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്. ഓർക്കണം, ഈ ഡോട്ട് ലൈനിനുള്ളിൽ കാണുന്നതാണ് സെല്ലെന്ന് പറയുന്നത്. സെല്ലും അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും കൂടെ ചേർത്ത് വരച്ചിരിക്കുകയാണ് സ്കീമാറ്റിക്കായിട്ട്. ഇത് ലോഡ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R+R ആണ്. അതായത്
റെസിസ്റ്റൻസ്, ലോഡ് റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആറും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ആറും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R+R ആയത്. ഫൈൻ. ഇനി സർക്യൂട്ടിലെ കറണ്ട് എഴുതുകയാണ്. കറണ്ട് I = V/R എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ സെല്ലാണ് ആവശ്യമായ പൊട്ടൻഷ്യൽ കൊടുക്കുന്നത്. അതുകൊണ്ട് എപ്സിലോൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R+R ആണ്. ക്ലിയർ ആണല്ലോ? ഫൈൻ. ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ I × R+R = എപ്സിലോൺ എന്ന് കിട്ടും. തീർന്നില്ല, എക്സ്പാൻഡ് ചെയ്യുകയാണ്. I × R + I × സ്മോൾ ലെറ്റർ r = എപ്സിലോൺ. കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ ഓംസ് ലോ വീണ്ടും അപ്ലൈ ചെയ്യാണ്. IR എന്ന് പറയുന്നത് V ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് V + I × സ്മോൾ r = എപ്സിലോൺ. ശരിയാണല്ലോ. ഇവിടുന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിത് I × R = എപ്സിലോൺ - V എന്ന് മാറ്റി എഴുതുന്നു. ഇവിടെ നിന്നും R = എപ്സിലോൺ - V/I. ഇതാണ് നമ്മുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ റിലേഷൻ കണക്റ്റിംഗ് EMF ആൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. EMF ഉണ്ട്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസും ഉണ്ട്. മറക്കരുത്, R = എപ്സിലോൺ - V/I. അവിടെ എപ്സിലോൺ EMF ആണ്, V പൊട്ടൻഷ്യലാണ്, I എന്ന് പറയുന്നത് സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ടാണ്, R ഈ പറയുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കുക. ഈ ഇക്വേഷൻ ഇവിടുന്ന് തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എക്സ്പ്രഷനിലേക്ക് കൂടെ നമുക്ക് പോകാൻ പറ്റും. ഒന്ന് ചിന്തിച്ചോളാം. ഇവിടുന്ന് ഞാൻ V = എപ്സിലോൺ - IR എന്ന് എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഈ കാണുന്ന സെല്ല് ഘടിപ്പിച്ച ഈ സർക്യൂട്ടിലെ പൊട്ടൻഷ്യലിൻ്റെ ഒരു ഇക്വേഷൻ EMFൻ്റെയും ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെയും ടേംസിൽ കിട്ടും. V = എപ്സിലോൺ - IR. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ്. കാരണം സെല്ലിൻ്റെ കോമ്പിനേഷനുള്ള ഡെറിവേഷനുകൾ ഇത് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ ഇക്വേഷൻ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. EMFും ഇൻറ്റേർണൽ റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അവിടുന്ന് പൊട്ടൻഷ്യലിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട് എന്ന് ഓർക്കുക, എപ്സിലോൺ - IR. ഫൈൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കും. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ എഫക്റ്റീവ് EMF വെൻ സെൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഓക്കെ, സെല്ലുകൾ സീരീസ് ആയിട്ട് ഒന്നിന് പിറകെ ഒന്നായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റീവ് EMFൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ചെയ്യാം. വളരെ സിമ്പിൾ സ്റ്റെപ്പുകളിൽ നമുക്കത് ചെയ്യാം. അതിനാദ്യം വേണ്ടത് ആസ് യൂഷ്വൽ നമുക്കൊരു സർക്യൂട്ടാണ്. 2 സെല്ലുള്ള ഒരു സർക്യൂട്ട് തൽക്കാലം വരയ്ക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ബാക്കി ഭാഗം വരയ്ക്കുന്നില്ല, ക്ലോസ്ഡ് സർക്യൂട്ടാണെന്ന് വിചാരിക്കുക. ഇവിടെ 3 പോയിൻറ്റുകൾ പരിഗണിക്കുകയാണ്. ഒന്ന് A, പിന്നെ ഒന്ന് ഇവിടെ B, പിന്നെ ഒന്ന് ഇവിടെ C. ഓക്കെ, അപ്പോൾ A മുതൽ C വരെയുള്ള ഈ സർക്യൂട്ടിൽ 2 സെല്ലുണ്ട്. ഫസ്റ്റ് സെല്ലിൻ്റെ EMFനെ നമുക്ക് എപ്സിലോൺ 1 എന്നും രണ്ടാമത്തേതിൻ്റെ എപ്സിലോൺ 2 എന്നും വിളിക്കാം. അതുപോലെ ഫസ്റ്റ് സെല്ലിൻ്റെ റെസിസ്റ്റൻസിനെ R1 എന്നും സെക്കൻഡ് സെല്ലിൻ്റെ റെസിസ്റ്റൻസിനെ R2 എന്നും വിളിക്കാം. 2 ഡിഫറെൻറ്റ് സെല്ലാണല്ലോ. ഒരേ സെല്ലും എടുക്കാമായിരുന്നു, നമ്മൾ 2 ഡിഫറെൻറ്റ് സെല്ല് എടുത്തിരിക്കുകയാണ്. എന്താ സംഭവിക്കാൻ നോക്കാമല്ലോ. റൈറ്റ്. ഇനി നമ്മൾ ആസ് യൂഷ്വൽ ഇക്വേഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നോക്കിക്കൂടെ, പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ A ആൻഡ് B നോക്കുക. A മുതൽ B വരെ ഇത്രയും നീളമുള്ള ഈ സർക്യൂട്ടിൻ്റെ ഭാഗം, ഇവിടെയുള്ള പൊട്ടൻഷ്യലാണ് എഴുതാൻ പോകുന്നത്. അവിടെ ആകെ ഒരു സെല്ലേ ഉള്ളൂ. പൊട്ടൻഷ്യൽ ഇക്വേഷൻ തൊട്ട് മുമ്പത്തെ എക്സ്പ്രഷനിൽ ഞാൻ പറഞ്ഞതാണ്. ഫൈൻ. അവിടെയുള്ള സെല്ല് എപ്സിലോൺ 1 - I × R1. ശരിയല്ലേ? തൊട്ട് മുൻപ് ചെയ്ത ഡെറിവേഷനിൽ പൊട്ടൻഷ്യലിൻ്റെ ഈ ജനറൽ ഇക്വേഷൻ നമ്മൾ എഴുതിയാണ്. V = എപ്സിലോൺ - IR. അപ്പോൾ അതേ ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ പോലെയാണ് നമ്മളോട് വരിക. A മുതൽ B വരെയുള്ള സർക്യൂട്ടിൻ്റെ ഭാഗത്തെ പൊട്ടൻഷ്യൽ എഴുതുന്നു. VAB = എപ്സിലോൺ 1 - IR1. അവിടെയുള്ള സെല്ലിൻ്റെ ആകെ ഒരേ സെല്ലേ ഉള്ളൂ A മുതൽ B വരെ. ആ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R1 ആണ്, അതിവിടെ ഉണ്ട്. അതുപോലെ EMF എപ്സിലോൺ 1 ആണ്, അതും ഇവിടെ ഉണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ VBC എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ശരിയല്ലേ? ഇക്വേഷൻ ഇങ്ങനെ എഴുതിയാൽ മതി, എപ്സിലോൺ 2 - IR2. ദാറ്റ്സ് ഇറ്റ്. അതായത് B മുതൽ C വരെയുള്ളത് ഒരു സെല്ലാണ്, അതിൻ്റെ EMF മൈനസ് ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് ഇൻറ്റു അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R2. പക്ഷേ ഇവിടെ നമ്മൾ I1 I2 എന്ന് എഴുതിയില്ല. എന്താ കാരണം? അത്രേ ഉള്ളൂ, സെല്ലുകൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സീരീസ് ആയിട്ടുള്ള കണക്ഷനിൽ കറണ്ട് സെയിം ആണ്, പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആണ്. ഈ പോയിൻ്റ് നമ്മൾ ഇതിനു മുമ്പും എക്സാമിൻ്റെ പ്രിപ്പറേഷനിൽ മുൻപൊരു വീഡിയോ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഏത് ടോപ്പിക്കിലാണ്? ഇതിനു മുമ്പ് ഏത് ടോപ്പിക്ക് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ പോയിൻ്റ് പറഞ്ഞത്?
സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷേ കറണ്ട് സെയിം ആയിരിക്കും എന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്. അത് ഏത് പോയിൻറ്റിലാണ്, ഏത് ടോപ്പിക്ക് പഠിച്ചപ്പോഴാണ് പറഞ്ഞതെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് ഇടുക. ഓക്കെ, അപ്പം നിങ്ങൾക്കും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുന്ന എഫക്റ്റ് പോലെ തോന്നും. ഫൈൻ, ഇരിക്കട്ടെ. നമ്മളിനി ടോട്ടൽ പൊട്ടൻഷ്യൽ കാണുകയാണ്. ടോട്ടൽ പൊട്ടൻഷ്യൽ VAC. നോക്കുക, സർക്യൂട്ടിൽ A മുതൽ C വരെയുള്ള ഈ മൊത്തം സർക്യൂട്ടിൻ്റെ ഭാഗത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ, അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം: = VAB പ്ലസ് VBC. ശരിയല്ലേ? ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള പൊട്ടൻഷ്യൽ പ്ലസ് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള പൊട്ടൻഷ്യൽ. രണ്ടിൻ്റെ ഇക്വേഷനൊക്കെ നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ε1 മൈനസ് IR1 പ്ലസ് ε2 മൈനസ് IR2. ഓക്കെ, ഇനി കുറച്ച് സിംപ്ലിഫിക്കേഷൻ പ്രോസസ്സുകളാണ്. നമ്മൾ ആ സിംപ്ലിഫിക്കേഷനിലേക്കൊന്നും ഗഹനമായിട്ട് കടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഒറ്റ വാക്കിൽ ഇങ്ങനെ എഴുതും. VAC എന്നൊന്ന് മാർക്ക് ചെയ്യണേ. ഒറ്റ വാക്കിൽ ഇങ്ങനെ എഴുതും: സിംപ്ലിഫൈയിങ് വി ഗെറ്റ്, സ്ക്രീൻ ഒന്ന് ഡിവൈഡ് ചെയ്യണേ. ഫൈനൽ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് VAC ഈസ് ഈക്വൽ ടു ε1 പ്ലസ് ε2 മൈനസ് I ഇൻറ്റു R1 പ്ലസ് R2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഫൈൻ. നീട്ടത്തിൽ എഴുതാനുള്ള സ്ഥലം സ്ക്രീനിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ രണ്ടാക്കി എഴുതിയത്. അപ്പോൾ ഇതിനകത്ത് ഈ ഇക്വേഷൻ നോക്കുക. ജനറൽ ഇക്വേഷൻ ഇതായിരുന്നു: പൊട്ടൻഷ്യൽ ഈക്വൽ ടു EMF മൈനസ് കറണ്ട് ഇൻറ്റു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഇതും നമുക്ക് കിട്ടിയ ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്ന ഇഫക്റ്റീവ് EMF കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷനും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾ ആരാണോ അതായിരിക്കും EMF, ഇവിടെയുള്ള ആൾ ആരായിരിക്കും, അതായിരിക്കും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഇവിടെ നോക്കിയാൽ ε1 പ്ലസ് ε2 അതാണ് EMF എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എടുത്തെഴുതാം: എപ്സിലോൺ ഇഫക്റ്റീവ് EMF ε1 പ്ലസ് ε2. ഇതാണ് നമ്മുടെ ഇഫക്റ്റീവ് EMFൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ: സെല്ലുകൾ സീരീസ് ആയി കണക്ട് ചെയ്താൽ EMF എന്ന് പറയുന്നത് ഓരോ സെല്ലിൻ്റെയും EMFൻ്റെ സമ്മായിരിക്കും. ഡെറിവേഷൻ കിട്ടിയില്ലെങ്കിൽ പോലും കീവേഡ് നോക്കുക: ഇഫക്റ്റീവ് EMF എപ്പോൾ, സെല്ലുകൾ എപ്പോൾ, കണക്റ്റഡ് ഇൻ സീരീസ്. 3 കീവേഡുകളാണ്: ഇഫക്റ്റീവ് EMF, സെല്ല്, എപ്പോൾ, കണക്റ്റഡ് ഇൻ സീരീസ്. ഈ 3 കീവേഡ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി സെല്ലുകൾ സീരീസ് ആയി കണക്ട് ചെയ്തപ്പോഴുള്ള ഇഫക്റ്റീവ് EMF ആണ് ചോദിച്ചതെന്ന്. അപ്പോൾ ഇക്വേഷൻ ഡയറക്റ്റ് എഴുതുക: എപ്സിലോൺ എഫക്റ്റീവ് ε1 പ്ലസ് ε2. ക്ലിയർ ആണല്ലോ? ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. റൈറ്റ്, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അടുത്ത ചോദ്യവും. അടുത്ത ക്വസ്റ്റ്യൻ ചിലർക്ക് ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ? ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ EMF വെൻ സെൽസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. കീവേഡ് മാറി, ഇത്തവണ EMF തന്നെ, എഫക്റ്റീവ് EMF ആണ് ഉദ്ദേശിച്ചത്. ആരുടെ? സെല്ലുകൾ എപ്പോൾ പാരലായി കണക്ട് ചെയ്യുമ്പോൾ. നേരത്തെ സീരീസ് ആണ് പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള എഫക്റ്റീവ് EMF ആണ്. ഓക്കെ, അപ്പോൾ അതിന് ആസ് യൂഷ്വൽ നമുക്ക് വേണ്ടതൊരു സർക്യൂട്ട് ഡയഗ്രമാണ്. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുകയാണ്, ശ്രദ്ധിച്ചോളുക. 2 സെല്ലുകളുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ പോയിൻറ്റ്സ് പരിഗണിക്കുകയാണ്. ഇത് പോയിൻ്റ് A, ഇത് പോയിൻ്റ് B1, ഇത് പോയിൻ്റ് B2, ഇത് പോയിൻ്റ് C. ഓക്കെ, ഇനി നമുക്കറിയാം പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും, പക്ഷേ കറണ്ട് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇതിലെ ഒഴുകുന്ന കറണ്ടിനെ ലെറ്റ്സ് കോൾ I1, ഇതിലെ പോകുന്ന കറണ്ടിനെ I2, ഇങ്ങോട്ട് വന്ന ആ കറണ്ടിനെ I എന്ന് വിളിക്കാം. അപ്പോൾ സംഭവിച്ചത്രേ ഉള്ളൂ: I എന്ന കറണ്ട് എയിൽ നിന്ന് ഇങ്ങനെ വന്നു, B1 വന്നു, 2 പാത്തുണ്ട്, അത് സ്പ്ലിറ്റ് ചെയ്ത് I1 ഇങ്ങനെയും പോയി, I2 ഇങ്ങനെയും പോയി. റൈറ്റ്, ഫസ്റ്റ് സെല്ലിൻ്റെ ഇൻറ്റേർണൽ EMF ε1, സെക്കൻഡ് സെല്ലിൻ്റെ EMF ε2, ഫസ്റ്റ് സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R1, സെക്കൻഡ് സെല്ലിൻ്റെ R2. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇനി ഈ ഡെറിവേഷൻ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നമ്മൾ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ്: V = എപ്സിലോൺ മൈനസ് IR. ഇതായിരുന്നല്ലോ നമ്മുടെ ജനറൽ ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് സെല്ലിൻ്റെ കേസിൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ വി ഗെറ്റ് V = ε1 മൈനസ് I1 R1. ഇത്തവണ ഇങ്ങനെ എഴുതണം. തൊട്ട് മുമ്പത്തെ ഡെറിവേഷൻ നമ്മൾ VAB എന്ന് എഴുതിയായിരുന്നു. ഇത്തവണ VAB എന്നോ VBC എന്നൊന്നും എഴുതണ്ട, കാരണം ഇത് പാരലാണ്, വോൾട്ടേജ് എല്ലായിടത്തും സെയിം ആണ്, അതുകൊണ്ട് V മതി. പക്ഷേ കഴിഞ്ഞ ഡെറിവേഷനിൽ I1 I2 എന്ന് എഴുതിയില്ല,
കാരണം കറണ്ട് സെയിം ആയിരുന്നു, സീരീസ് കണക്ഷനാണ്. ഇത്തവണ കറണ്ട് ഡിഫറൻ്റ് ആയി, അതുകൊണ്ട് ഫസ്റ്റ് സെല്ലിന് I1 എന്ന് എടുത്തെഴുതണം, ദെൻ R1. ഓക്കെ, കിട്ടി. ഇവിടുന്ന് നമ്മൾ I1ൻ്റെ, അതായത് ഫസ്റ്റ് സെല്ലിലൂടെയുള്ള കറണ്ടിൻ്റെ ഒരു ഇക്വേഷൻ എഴുതാണ്. I1 =ε1 - V/R1. ഇതെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും എങ്ങനെയാണ്. ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ സെല്ലിൻ്റെ കറണ്ട് എഴുതാം. I2 =ε2 - V/R2. രണ്ട് ഇക്വേഷനിൽ ഞാൻ വീണ്ടും പറയുകയാണ്, V തന്നെയാണ്, V1 V2 എന്നില്ല, കാരണം ഇത് പാരലാണ്, വോൾട്ടേജ് സെയിം ആണ്. ഇപ്പോൾ രണ്ട് സെല്ലിലൂടെയുള്ള കറണ്ട് എഴുതി. ഈ പാരലൽ കണക്ഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിലും കറണ്ട് ഡിഫറൻ്റ് ആണ്. അപ്പോൾ I1 I2 രണ്ട് കറണ്ട്, ടോട്ടൽ കറണ്ട് I ആണ്. അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷൻ, ടോട്ടൽ കറണ്ടിൻ്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ I I1 + I2 എന്ന് കിട്ടും. ശരിയല്ലേ? ശരി, നമുക്ക് I1ൻ്റെ I2ൻ്റെ ഇക്വേഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ε1 - V/R1 + ε2 - V/R2. ശരിയല്ലേ? നമ്മൾ I1ൻ്റെ I2ൻ്റെ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ശരി, നമ്മൾ സിംപ്ലിഫിക്കേഷൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നില്ല, ഡയറക്റ്റ് എഴുതുകയാണ്. സിംപ്ലിഫൈയിങ് വി ഗെറ്റ്, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും. I = ε1/R1 + ε2/R2 minus V into 1/R1 plus 1/R2. ഇതാണ് ടോട്ടൽ കറണ്ടിൻ്റെ ഇക്വേഷൻ. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ, ഈ കാണുന്ന ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ കറണ്ടിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇത് കറണ്ടിൻ്റെ ഇക്വേഷനാണ്. ഇനി നമുക്ക് വേണ്ടത് ഇഫക്റ്റീവ് EMF ആണ്. അത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ ഇതാണ്. ഈ ഇക്വേഷനകത്ത് നിന്ന് പൊട്ടൻഷ്യലിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് എടുത്തെഴുതും. അപ്പോൾ അത് ഞാൻ എടുത്തെഴുതി കഴിഞ്ഞാൽ V = ε1 R2 plus ε2 R1 by R1 plus R2 minus I into R1 R2 by R1 plus R2. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന കറണ്ട് ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷനിൽ നമ്മൾ എഴുതുന്ന പൊട്ടൻഷ്യൽ ഇക്വേഷൻ ഇതാണ്. പൊട്ടൻഷ്യൽ ഇക്വേഷൻ ചെക്ക് ചെയ്ത് V = ε1 - IR എന്നുള്ളതാണ് ജനറൽ ഇക്വേഷൻ. ഈ ഇക്വേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ആളാണ് ഇഫക്റ്റീവ് EMF എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ് ഇഫക്റ്റീവ് EMF. സോ നമുക്ക് ആൻസർ എടുത്തെഴുതാം. എപ്സിലോൺ ഇഫക്റ്റീവ് = ε1 R2 plus ε2 R1 divided by R1 plus R2. ഇതാണ് നമ്മുടെ ഇഫക്റ്റീവ് EMFൻ്റെ ഇക്വേഷൻ വെൻ സെൽസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഓക്കെ, കാണുമ്പോൾ അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെറിവേഷനായിട്ട് തോന്നും. ഇനി തീരെ പറ്റാത്തവർ സർക്യൂട്ട് ഡയഗ്രം ഒന്ന് പഠിക്കുക. ഈ സ്റ്റെപ്പും പഠിക്കുക. ഈ സ്റ്റെപ്പ് എഴുതുക, സിംപ്ലിഫൈ എന്ന് പറഞ്ഞിട്ട് ഇതെഴുതാം. ഓക്കെ, അത് ഏറ്റവും മിനിമം ആണ് കേട്ടോ. അത്രയും ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്നവർ ബൈഹാർട്ട് ചെയ്ത് എഴുതണമെന്നല്ല, അത് പ്രൊമോട്ട് ചെയ്യല്ല ഞാൻ. നമുക്ക് ജയിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സാഹചര്യങ്ങൾ പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെറിവേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും സ്റ്റെപ്പിൽ എന്തെങ്കിലും പോരായ്മ തോന്നുന്നുണ്ടെങ്കിൽ, ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി താഴെ കമൻറ്റ് ബോക്സിൽ, നമുക്കത് വീണ്ടും ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത കുറച്ച് കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് കുറച്ച് ഇക്വേഷൻസാണ് പഠിക്കുന്നത്. ഇക്വേഷൻസ് മാത്രമായിട്ട് ഡീൽ ചെയ്യാൻ പോവുകയാണ്. നോക്കിക്കൊള്ളുക. ഫസ്റ്റ് ജൂൾസ് ഹീറ്റ് ലോ. ജൂൾസ് ഹീറ്റ് ലോയുടെ ഇക്വേഷൻ എഴുതുകയാണ്. H = I²RT. ഓക്കെ, ഇതാണ് ജൂൾസ് ഹീറ്റ് ലോയുടെ ഇക്വേഷൻ, മറക്കരുത്. H = I²RT. ഫൈൻ. അടുത്തത് ഇലക്ട്രിക് പവർ. ഇലക്ട്രിക് പവറിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ്. ഇലക്ട്രിക് പവറിൻ്റെ ഇക്വേഷൻ എഴുതുന്നതിന് മുമ്പ് അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. എന്താണ് ഇലക്ട്രിക് പവർ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദി എനർജി dissipated per യൂണിറ്റ് ടൈം. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രിക് പവർ എന്ന് വിളിക്കുക. എനർജി ഡിസിപ്പേറ്റഡ് പെർ യൂണിറ്റ് ടൈം. എന്ത് എനർജിയാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് എനർജിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇലക്ട്രിക് പവർ എന്ന് വിളിച്ചിരിക്കുന്നത്. റൈറ്റ്. ഓക്കെ, ഇനി ഇക്വേഷൻ എഴുതാണ്. വളരെ സിമ്പിൾ. പവർ P = എനർജി ഡെസിപ്പേറ്റഡ്, അത് ജൂൾസ് ഹീറ്റ് ലോയിൽ നിന്നാണ് നമുക്ക് എനർജി കിട്ടുന്നത്, H/T. അത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക I²R എന്നാണ്. ഓക്കെ, അതായത് എച്ചിനുള്ളിലുള്ള, അതിൽ ജൂൾസ് ഹീറ്റ് ലോയിലുള്ള ടിയും ഈ ടിയും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് I²R ആണ്. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്, I²R. അപ്പോൾ പവറിന് ഇക്വേഷൻ കിട്ടിയ I²R.
തീർന്നില്ല, പവറിന് വേറെയും ഇക്വേഷൻസ് ഉണ്ട്. ഇലക്ട്രിക്കൽ പവർ P ഈസ് ഈക്വൽ ടു VI അഥവാ വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അതുമല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പവർ P ഈസ് ഈക്വൽ ടു V²/R, വോൾട്ടേജിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. അങ്ങനെ 2 ഇക്വേഷൻ കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ സോഫാർ ഇലക്ട്രിക് പവറിന് 3 ഇക്വേഷൻസ് പഠിച്ചു. 3ഉം ഓർത്ത് വയ്ക്കുക. ഇലക്ട്രിക്കൽ പവർ എന്നൊരു ടേം ക്വസ്റ്റനിൽ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എഴുതാവുന്ന ഒരു ഇക്വേഷനാണിത്. തീർന്നില്ല, പവറിൻ്റെ SI യൂണിറ്റ് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വാട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ W ആണ് സിമ്പൽ. അതാണ് SI യൂണിറ്റ്, പവറിൻ്റെ SI യൂണിറ്റ്. അതുപോലെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഒരു ഹോഴ്സ് പവർ എത്ര വാട്ടാണ് എന്ന്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് 1 ഹോഴ്സ് പവർ. അത് എഴുതിയെടുത്തുള്ള 1 ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു 746 വാട്ട്. ഇത് പാട്ടിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എത്ര വാട്ടാണ്? ഹോഴ്സ് പവർ എന്ന് പറയുന്നതും പവറിൻ്റെ യൂണിറ്റ് ആണല്ലേ. വീട്ടിൽ മോട്ടർ അടിക്കുന്ന കിണറ്റിൽ നിന്ന് വെള്ളം അടിക്കുന്ന മോട്ടറിനൊക്കെ ഹോഴ്സ് പവറാണ് നമ്മൾ പറയാറല്ലേ. അതിൽ വാഹനങ്ങളുടെ എഞ്ചിനൊക്കെ എത്ര ഹോഴ്സ് പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ യൂട്യൂബിൽ റിവ്യൂ വീഡിയോസൊക്കെ കാണുമ്പോൾ പറയാറില്ലേ. 100 ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അത് തന്നെ. അപ്പോൾ അതിൽ ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ് എന്ന് മനസ്സിലാക്കുക. റൈറ്റ്. അടുത്ത ഇക്വേഷൻ ഇതാണ്, ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അതിനാദ്യം നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയുടെ ഇക്വേഷൻ എഴുതാം. എനർജി ഈസ് ഈക്വൽ ടു ഇലക്ട്രിക്കൽ പവർ ഇൻറ്റു ടൈം. അപ്പോൾ ഇലക്ട്രിക്കൽ പവറിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് അല്ലേ. ഇലക്ട്രിക്കൽ പവറിൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് ഒരു എക്സാമ്പിൾ ഇട്ട് നോക്കാം. ഇലക്ട്രിക്കൽ എനർജി ഈസ് ഈക്വൽ ടു VI ഇൻറ്റു ടി. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ നോക്കിയെന്നുള്ളൂ. VI ഇൻറ്റു ടി. ഇപ്പോൾ ഞാൻ പവറിന് ഉപയോഗിച്ച ഇക്വേഷൻ P ഈസ് ഈക്വൽ ടു VI എന്നുള്ളതാണ്. പവർ ഇൻറ്റു ടൈം VI ഇൻറ്റു ടി. അല്ലെങ്കിൽ V²/R ഇൻറ്റു ടി കൊടുത്താൽ അതും ഇലക്ട്രിക്കൽ എനർജിയാണ്. അതല്ലെങ്കിൽ I²R ഇൻറ്റു ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതും ഇലക്ട്രിക്കൽ എനർജിയുടെ ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജിയാണ്. ഓക്കെ, അത് പലപ്പോഴും എ പാർട്ടിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ എന്നാണ്. കിലോ വാട്ട് അവർ. അതൊന്ന് നീട്ടി വലിച്ച് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി കിലോ വാട്ട് അവർ. KWH, കിലോ വാട്ട് അവർ. ഇതാണ് ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ KSEBക്കാർ നമുക്ക് കറണ്ട് തരുമ്പോൾ അവർ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗം അളക്കുന്ന യൂണിറ്റ് കിലോ വാട്ട് അവറാണ്. സത്യത്തിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന മീറ്ററിൻ്റെ പൂർണ്ണമായ പേര് കിലോ വാട്ട് അവർ മീറ്റർ എന്നാണ്. നമ്മൾ ചുരുക്കി മീറ്റർ എന്നങ്ങ് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. 1 കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു 3.6 ഇൻറ്റു 10⁻⁶ ജൂൾ. ഇതും എ പാർട്ടിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. 1 കിലോ വാട്ട് അവർ എത്ര ജൂളാണ്? 3.6 ഇൻറ്റു 10⁻⁶ ജൂളാണ് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ചില ഇക്വേഷൻസ് മാത്രമാണ് നമ്മളെ പരിചയപ്പെടുത്തിയതല്ലോ, വേറെ അധികം കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ കിട്ടാൽ മതി. നന്നായിട്ട് പഠിക്കുക, നമുക്ക് ജയിച്ചേ മതിയാവൂ. അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.